ഇപ്പോൾ എ റഹീം നമുക്കൊപ്പം ചേരുന്നു. എ റഹീം, ഇന്റലിജൻസ് സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങൾ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും 5ഓ 6ഓ ഇടങ്ങളിലാണ് CRPFും ദില്ലി പോലീസും നിങ്ങളുടെ യാത്രയെ തടഞ്ഞത്. എന്തിനാണ് ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന നേതാക്കളെ തടയുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. എന്താണ് പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും നിങ്ങളോട് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിനെ അതിജീവിച്ച് അവിടെ എത്തിയത്? വരും ദിവസങ്ങളിലും സമാനമായ മിന്നൽ സമരങ്ങൾ തുടരാനാണോ തീരുമാനം? എ റഹീം. പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും സമരമായി മാറുക. അരുണെ, രാജ്യം സമരത്തിലാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷ്വലുകളതാണ്, ദൃശ്യങ്ങളതാണ്. നിങ്ങൾ നോക്കൂ, രാജ്യ തലസ്ഥാനത്തും കാണുന്നത് തന്നെയാണ്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ 16 മെട്രോ സ്റ്റേഷനുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറായി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം ഭരണകൂടം സൃഷ്ടിക്കുന്നു. ആ സന്ദർഭത്തിലാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഈ 30 ജനുവരി മാർഗിലേക്ക് വരുന്നതിന് വേണ്ടി എത്ര കടമ്പകൾ കടക്കേണ്ടി വന്നു, എത്രമാത്രം സംഘർഷം ഉണ്ടാക്കേണ്ടി വന്നു. പൗരന്റെ നടക്കാനുള്ള, പോകാനുള്ള, യാത്ര ചെയ്യാനുള്ള, ഫ്രീഡം ഓഫ് സ്പീച്ചിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ അപ്രഖ്യാപിതമായി റദ്ദാക്കപ്പെട്ട ഒരു രാജ്യത്താണ് ഞങ്ങൾ MP-മാർ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നത്. എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം മറ്റൊന്നുമല്ല, ഗോഡ്സേമാർ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേർക്ക് വെടിയുതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഗാന്ധിയുടെ അരികിലേക്ക് വന്നു, ഗാന്ധിയുടെ ഓർമ്മകളിലേക്ക് വന്നു. ആരാണ് ഈ വെടിയുതിർക്കുന്നത്? ആരാണ് ഈ കുഞ്ഞുങ്ങളെ തല്ലുന്നത്? ആരാണ് ഈ ചോര കുടിക്കാൻ ദാഹിച്ച് വേട്ടനായ്ക്കളെ പോലെ ഇന്ത്യയുടെ ഈ നഗരമധ്യത്തിൽ ഡൽഹിയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അത് ഒരു സംശയവും വേണ്ട. ഭരണകൂടം തന്നെ ഗോഡ്സേമാരായി മാറുമ്പോൾ, ആ ഗോഡ്സേമാർ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേർക്ക് വെടിയുതിർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഗാന്ധിയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇതൊരു സന്ദേശമാണ് അരുൺ. ആ സന്ദേശം മറ്റൊന്നുമല്ല, ഞങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി യാതൊറ്റം വരെയും പോകും. പക്ഷേ ഞങ്ങൾ ഗാന്ധിയെയാണ്, ഞങ്ങൾ ഭഗത് സിംഗിനെയാണ്, രാജ്ഗുരുവിനെയാണ്, സുഖദേവനെയാണ് ഞങ്ങൾ പ്രതീകവൽക്കരിക്കുന്നത്. ആ ലെഗസിയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. പക്ഷെ അവരതല്ല പിന്തുടരുന്നത്. അവർ ഗാന്ധിയുടെ ലെഗസിയാണ് പിന്തുടർന്നത് എങ്കിൽ ആ കുട്ടികളുമായി എന്നേ ചർച്ച ചെയ്യുമായിരുന്നു. ഈ കുട്ടികളെ ഇങ്ങനെ തല്ലില്ലായിരുന്നു, അവരെ ഇങ്ങനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു. അവർ ജനാധിപത്യപരമായ സമരങ്ങളോട് നീതി പുലർത്തുമായിരുന്നു. അത് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു അസാധാരണമായ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ആ കാലത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങളിതാ ഇറങ്ങുന്നു. ഇടതുപക്ഷം മറ്റാർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ ആദ്യമേ തന്നെ ഈ പ്രക്ഷോഭ രംഗത്തേക്ക് പിന്തുണ പ്രഖ്യാപിച്ചിറങ്ങിയവരാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കുന്ന പ്രക്ഷോഭ ഭൂമികയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ജന്തർ മന്ദറിലേക്ക് എത്തിയിട്ടില്ല. CJPക്ക് പൂർണ്ണ പിന്തുണ എന്ന് പുറത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അവരുടെ പ്രവർത്തികൾ CJP ഉയർത്തുന്ന ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് തന്നെയാണ്. പക്ഷേ CPM CJPയുടെ ധർണയ്ക്ക്, അവരുടെ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ CJPക്കൊപ്പവും കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സംഘം നയിക്കുന്ന പ്രതിഷേധത്തിനോടൊപ്പവും CPM ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടുമുണ്ട്. ഞങ്ങൾ വളരെ ക്ലിയറാണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയതിനാണ്. ഇന്ത്യയിൽ ജൻസി നടത്തുന്ന, ഇന്ത്യയുടെ കൗമാരം നടത്തുന്ന, യുവത്വം നടത്തുന്ന ഒരു വലിയ പോരാട്ടമാണ്, ഒരു കോസിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വളരെ കൃത്യമായ ആവശ്യങ്ങൾ അവർക്കുണ്ട്. അവരങ്ങനെ സമരമുഖത്തേക്ക് കടന്നു വരുമ്പോൾ ആ സമരമുഖത്ത് അവർക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. അത് ആദ്യം തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് CPIM. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സംഘടനയാണ് ലെഫ്റ്റ് ബ്ലോക്ക്, CPIM, DYFI, SFI. അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അവിടെ സമരത്തിലേക്ക് പോയി. പക്ഷേ ദൗർഭാഗ്യവശാൽ മറ്റു പലരും വന്നില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല. നമുക്കറിയാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കാര്യം. പക്ഷേ ഞങ്ങൾക്കതിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ ഇക്കാര്യത്തിൽ വ്യക്തത പുലർത്തി. ഞങ്ങൾ അവരോടൊപ്പം കൃത്യമായി അവരുടെ സമര മുദ്രാവാക്യങ്ങൾ എന്ത്, അവരുടെ സമര രീതി എന്ത്, ഈ രണ്ടു കാര്യങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തത വരുത്താനുള്ള തീരുമാനമെടുക്കാൻ തടസ്സമായുള്ളൂ. അതിൽ വ്യക്തത വന്നു. ഞങ്ങൾ അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 20-ാം തീയതി അവർ പ്രഖ്യാപിച്ച മാർച്ചിനൊപ്പം SFIയും DYFIയും എല്ലാം ഇടതുപക്ഷ യുവജന സംഘടനകൾ പലതും, വിദ്യാർത്ഥി സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെ അപ്പോൾ അവർക്കൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ സംശയം ആദ്യമേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കെതിരെ എന്തെല്ലാമാണ് കൊണ്ടുവന്നത്, എന്തെല്ലാമാണ് ചാരന്റെ മുദ്ര ചാപ്പകുത്താൻ ശ്രമിച്ചില്ലേ. പക്ഷെ ഞങ്ങളതിൽ പതറി പിന്നോട്ട് പോയില്ല. ഇത് രാജ്യം സമരത്തിലാണ്.
ബോംബെയിലെ തെരുവിലെ കാഴ്ച നിങ്ങൾ നോക്കൂ. അതെ. ബോംബെയിലെ ഈ രാജ്യത്തിന്റെ ബീഹാറിലെ പാറ്റ്നയിലെ കാഴ്ച നോക്കൂ. ഇന്ത്യയിലെമ്പാടുമുള്ള കാഴ്ച. രാജ്യം സമരത്തിലാണ്. ആ ഫലിതമായ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഗാന്ധിയുടെ അരികിൽ വന്ന് ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഇതിന് മറ്റൊരു മാനം നൽകാൻ ശ്രമിക്കുകയാണ്. ഇതിന് ജനാധിപത്യത്തിന്റെ മാനം നൽകാൻ തുടരുമെന്നാണ് സൂചന.